ജോർജ് എത്ര നാളായി കണ്ടിട്ട്. ഇത് ഭയങ്കര സർപ്രൈസ് ആയല്ലോ. അതെ, പെട്ടെന്നുള്ള വരവായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇപ്പോഴും ആ പഴയ 6ാം ക്ലാസ്സിലെ പ്രശ്നം മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. എന്നെ പെമ്പിളർ മുമ്പോട്ടാണ്ട് ചുണ്ടൊക്കെ ഇടിച്ച് പൊട്ടിച്ചത്. അത് കാര്യമുണ്ടല്ലോ, നീ വെമ്പളരുമ്പോ ചെന്നെ തടിയാന്ന് വിളിച്ചിട്ടല്ലേ. പണ്ടത്തെ തടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ മാസത്തില് ഇങ്ങനെ വരും, പെട്ടെന്ന് തന്നെ അങ്ങ് പോകും. അപ്പൊ അങ്ങനെ ഇരുന്നോണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് ഇങ്ങോട്ട് വരാനും പറ്റിയില്ല. ഇന്നാണ് ഒരു 2 ദിവസം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഒരു മിനിറ്റ്. അതൊക്കെ ഒരു ഗിഫ്റ്റ് തന്നെയാണ്. തള്ളിന്റെ അങ്ങേറ്റം. അല്ല, തങ്കത്തിനെ മറന്നില്ലല്ലോ നീ. കേറ് കേറ്. എന്നിട്ട് പറയാ എന്താണ് ഗൾഫിലെ കാര്യങ്ങൾ? ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവിടെ നല്ലൊരു കമ്പനി ഞാൻ തുടങ്ങി. നമ്മൾ അറബി ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് അദ്ദേഹത്തിന്. ആ സ്നേഹത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം എനിക്കൊരു കമ്പനി തുടങ്ങാൻ ഒരു അവസരം തന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ ഈ അടുക്കള വരെ കയറിപ്പോകാനുള്ള സ്വാതന്ത്ര്യമാണ്. സാധാരണ ഈ മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യൻസിനെ ഈ അറബിക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഞാനെന്ന് പറഞ്ഞ ഭയങ്കര ജീവനാളിയാ. നീ മലയാളിയല്ലേ? അതല്ലടാ, ഇവന്റെ പെരുമാറ്റത്തിന്റെ ഗുണം, സ്വഭാവം. എന്റെ പെരുമാറ്റം, എന്റെ നടത്ത, അതൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടം. അത് പിന്നെ നിനക്ക് ആരും പറഞ്ഞു തരണ്ടല്ലോ. മാത്രമല്ല, അളിയന്റെ ഈ ഒരു നാക്ക് മതി ആ ഗൾഫ് രാജ്യം മുഴുവൻ വേണമെങ്കിൽ അളിയൻ പിടിച്ചെടുക്കും. അത് എന്റെ ഒരു കഴിവാണല്ലോ. കുടുംബമൊക്കെ ഗൾഫിൽ തന്നെ, അവിടെ തന്നെ കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ ലീവിന് ഇങ്ങോട്ട് വരുമ്പോ പിന്നെ എന്റെ അവിടുത്തെ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കുന്ന എന്റെ ഭാര്യയാണ്. പിന്നെ നിന്റെ വൈഫോടെ പോയാ? ഓ, അതിന്റെ കാര്യം പറയണോ? അവളുടെ അച്ഛൻ അസുഖ, ഇപ്പൊ 24 മണിക്കൂർ അവിടെ തന്നെയാണ്. അതൊക്കെ പോട്ട് അയ്യെന്നല്ല ഈ വെള്ളയൊക്കെ ഇട്ട് പ്രാർത്ഥനയ്ക്കല്ലേ പോകുന്നതാണ്. ഞാനേ ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് ഞാൻ. രാഷ്ട്രീയത്തിലെ ജോലി ചെയ്യുന്നത്. അയ്യോ, ജോലിയില്ല, രാഷ്ട്രീയത്തിലോട്ട് സേവനം ഇറങ്ങി നിൽക്കുന്നതാണ്. പിന്നെ അറിയാം ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിന് മുമ്പുള്ള കുറെ രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അവര് ഇവിടെ രാഷ്ട്രീയം കളിച്ച് മടുത്തിട്ട് ഇപ്പം ഗൾഫിൽ എൻ്റെ കൂടെ ജോലിയാണ് അവിടെ. ഒട്ടകത്തിന് തീറ്റി കൊടുക്കുക, ഒട്ടകത്തിനെ കൊണ്ടത് മേയ്ക്കുക, മേശിരിപ്പണി, ആശാരിപ്പണിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ലോക്കൽ പണികളെല്ലാം ചെയ്യണത് അവരാണ്. പണ്ടുപുറത്ത് വലിയ രാഷ്ട്രീയ നേതാക്കളെന്നാണ് പറഞ്ഞിരുന്നത്. അല്ലല്ല, ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരായിരുന്നു മുമ്പ്. നീയേ പയ്യെ ഒരു കാര്യം ചെയ്യും, ഒരു വിസയൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാം. അപ്പൊ വിസ ഒപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളി അവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ജോലിയല്ല, ഇതിലൂടെയൊക്കെ മെച്ചമുള്ള ജോലി ഞാൻ ഒപ്പിച്ചു തരാം. ഒരു വിസ എടുത്താളയാ തൽക്കാലം വേണ്ട. മാന്യം ഇതുപോലെയല്ല, മാന്യമായിട്ടുള്ള ഒരു ജോലി ഞാൻ കൊടുക്കാം. അങ്ങനെ ഒരു ആവശ്യം വരുമ്പോ ഞാൻ അളിയനെ അറിയിക്കാം. അതെ, വേറെ ഒന്നും തോന്നരുത്. എനിക്കൊരു മീറ്റിങ്ങിന് പോകാനുണ്ട് കേട്ടോ, ഞാൻ പോയിട്ട് വരാം. വരൂ, മീറ്റിംഗ് ഉണ്ടല്ലേ? മതി, എനിക്ക് നിറഞ്ഞു, ഇപ്പൊ സന്തോഷമായി. ഇപ്പൊ വേണ്ട, ഞാൻ അറിയിക്കാം അളിയനെ. തിരക്കാണല്ലേ? അതുപോലെ ഭയങ്കര ചൂട് തന്നെ അല്ലേ ഇവിടെ? അയ്യോ, ഒന്നും പറയണ്ട, ഭയങ്കര അവിടെ പുറത്ത് ഭയങ്കര ചൂടാണമ്മ. പക്ഷെ നമ്മള് കാറിൽ പോയി കഴിഞ്ഞാൽ കാർ AC ആണ്, നിറങ്ങണ AC ആണ്, അവിടെ ബാത്റൂം AC ആണ്, അടുക്കള AC, എല്ലായിടവും നല്ല തണുപ്പാണ്, നല്ല സുഖമാണ് അവിടെ ജീവിക്കാൻ. വീടൊക്കെ വെച്ചു. ഇവിടെ 2 വീട് വെച്ച് ഇപ്പൊ അത് ഒന്ന് അമ്മയൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഈ മാസത്തിൽ വരുന്ന സമയത്ത് ഒരു വീട്ടിൽ നമ്മൾ കുടുംബമായിട്ട് എന്തായാലും ഇവിടുന്ന് പോവാൻ തോന്നിയത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ രക്ഷപ്പെട്ട ആള് വരാം. പിള്ളേരൊക്കെ അവിടെ തന്നെ പഠിത്തം. പിള്ളേരെല്ലാം അവിടെ തന്നെ പഠിത്തം. ഇതൊക്കെ ഇഷ്ടപ്പെടുവോ? അതെന്താണ്, നമ്മുടെ നാട്ടിലെ ആഹാരങ്ങൾ എന്നും നമ്മുടെ നാട്ടിലെ ആഹാരം അവിടെ പോയി കഴിച്ചിരുന്നാലും നമ്മൾ ഇവിടെ വന്ന് കഴിക്കുമ്പോഴുള്ള ആ ഒരു സുഖം തന്നെ. അപ്പൊ ഫാമിലി എന്താ വരാതിരുന്നേ? ബാക്കി ബിസിനസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലാത്ത സമയത്ത് നോക്കുന്നത് അവരല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അതുപോലെ ഇന്ന് വന്നു, കാര്യം മാസത്തിൽ 5 ദിവസം വരും. അപ്പൊ രാവിലെ വരും, വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു. അയ്യോ, വരുമ്പോ വല്ലപ്പോഴും കുറെ ദിവസം കൊണ്ട് വിചാരിച്ചത്. അപ്പൊ ഇന്നാണ് എനിക്ക് സാഹചര്യം. സാധാരണ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടുള്ള ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു. ഇതിപ്പോ ഇങ്ങോട്ടേക്കായിട്ട് തന്നെ എത്ര നാളായി അളിയനെയൊക്കെ കണ്ടിട്ട്. നമ്മള് ആ ഒരു സ്നേഹം നമ്മൾ എപ്പോഴായിരുന്നാലും കൊണ്ടുപോകണമല്ലോ. അപ്പൊ പിന്നെ നോക്കേ ഭക്ഷണം കഴിക്കാം.
നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ ഇതിനാടാ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല എന്നിരുന്നാലും എൻ്റെ ഒരു സന്തോഷമല്ലേ, അത് അവളെ കൈ കൊടുത്തേക്ക്. അത് എല്ലാരും കൂടെ എടുത്തോളൂ. ചപ്പാത്തി. അതെ, നാടൻ ചപ്പാത്തിയാണ്. നാടൻ ചപ്പാത്തിയാണ്. പക്ഷെ കഴിച്ചു. പക്ഷെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ അവിടെ കിട്ടുന്നത് എന്തെന്നറിയാം, കുബൂസ് എന്ന് പറയുന്നത്. അതിവിടെയും കിട്ടും. ഇവിടെ കിട്ടും അത്. നാളെ പ്ലേറ്റ് മേടിച്ചിട്ട് വന്നായിരുന്നു. വറുത്തരച്ച ചിക്കൻ കറിയാട്ടോ, മുഴുവൻ കഴിക്കണം. മുഴുവൻ കഴിക്കും. ഇല്ല, ലെഗ് പീസ് ഉണ്ടെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും ലെഗ് ഉണ്ടാവില്ല, കൊച്ചു കറി വെച്ചപ്പോ തന്നെ അതെ, അത് മതി, ഇത് മതി. അത് മതി. അപ്പം നമ്മുടെ ക്ലീറ്റസ് ഇല്ലേ, അവൻ ഈ ഇവിടെ കിടന്ന് ഈ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ നേരത്തെ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അവിടെ ഒരു വിസ അങ്ങ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് വന്നാൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ അവനിവിടെ? ഞാൻ ചോദിക്കാൻ നിന്നാണ്, ഈ തമാശക്ക് പറഞ്ഞാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന്? അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. എന്നാ പിന്നെ നീ എങ്ങനെയെങ്കിലും ഒരു വിസ അറേഞ്ച് ചെയ്യടാ, ഞാൻ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞിട്ട് അങ്ങ് അയച്ചോളാം. കാര്യം വെച്ചാൽ ഇവിടെ നിന്ന് ഈ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ വന്ന് അധ്വാനിച്ച് കുറച്ച് പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഈ സ്വഭാവങ്ങളെല്ലാം മാറും. കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാനും പറ്റും. ഇപ്പോഴും ഉത്തരവാദിത്തം വന്നിട്ടില്ലടോ, വയസ്സത്രയായി. ക്ലീറ്റോന് അങ്ങനെ വഷളായിട്ടൊന്നും നടക്കണില്ല കേട്ടോ ഇവിടെ. ഇനി എന്താ ഇതിലേക്കും ഏത് ഭക്ഷണത്തരം? എന്താണ് ഇതിലേക്കും ഏത് ഭക്ഷണത്തരം? എടാ ഇപ്പോഴും അവന് പഴയ പോലെ തന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇപ്പൊ കുടുംബമൊക്കെ ആയില്ലേ, ഒരു കൊച്ചായി. ഇപ്പോഴും പിള്ളേരെ മാതിരിയാണ്. ഈ അധ്വാനിക്കാനൊരു മനസ്സ് വേണം. അവന് രാഷ്ട്രീയം വിട്ടൊരു കളിയില്ല. അമ്മ ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് ഇവരുടെ കൂടെ നമ്മളിവിടെ കളിച്ച് വളർന്ന സമയത്ത് എന്നോട് ഇതുപോലെ പലരും പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് പോയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ വരാനും എൻ്റെ ഫാമിലിയായിട്ടൊക്കെ നടക്കാനും പറ്റും. അയ്യോ, ഒരു ക്ലീറ്റോ ഇവിടെ വെറുതെ നടക്കല്ലോ. ക്ലീറ്റോന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ ഇടപെടണം. പിന്നെ ഇപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ ഒരു റേഷൻ കടയിൽ പോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ പോവാണെങ്കിൽ ക്ലീറ്റോന്റെ വീട്ടിൽ നിന്നുള്ളതാണെന്ന് അറിയുമ്പോഴത്തേനും നമുക്കതൊക്കെ വേഗം റെഡിയാക്കി കിട്ടും. എന്ത് കിട്ടും? എന്ത് കിട്ടും ക്ലീറ്റോന്റെ വീട്ടാന്ന് പറഞ്ഞ് കഴിഞ്ഞാല്? എന്തായാലും സാധനം എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെതായ പൈസയും കാര്യങ്ങളും കൊടുത്തല്ലേ പറ്റുമോ? എന്നാലും എല്ലായിടത്തും ഒരു പേരും നിലയും വിലയൊക്കെ ഉണ്ട്. നീ കഴിച്ചേ കറി ഒഴിക്കണോ? അമ്മ കഴിക്കണ്ടേ? എനിക്കിപ്പോ വേണ്ട. ഞാൻ അവിടെ കൂടെ പിന്നെ കഴിക്കാം. എനിക്കിപ്പോ വേണ്ട. ഒരു പഴം എടുത്തന്നെ അമ്മേ. എനിക്ക് കഴിയാം. ഇപ്പൊ ഈ ഫാമിലി ഒക്കെ എന്ത് ചെയ്യൂടെ? ഫാമിലിയെ ഇങ്ങനെ സുഖമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്, മോൻ പഠിക്കുന്നുണ്ട്, സുഖമാണ്. അപ്പം എല്ലാം പറഞ്ഞതല്ലേ. ഓ ആയിക്കോട്ടെ, നമുക്ക് കാണാം. കാണാം. അപ്പൊ ശരി ശരി, ഒരു മിനിറ്റ്. ഒന്ന് വന്നേ. ഇതോടാ പിടിക്കുന്നു ഒരു സന്തോഷമല്ലേ അത്? അപ്പം അമ്മ പറഞ്ഞതല്ലേ പെങ്ങളെ? ശരി, ഓക്കെ കാണാം. എത്ര കൊടുത്തിട്ടും അവന് മതിയാവുന്നില്ല. എന്തൊരു മനസ്സുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാൽ എടാ എന്തോ മനങ്ങാട് അതിന് പൈസ ഇടപെടുണ്ടാവും. ഇത് വിളിക്കാറുണ്ടായോ? ഫോണില്? പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂല്ലേ?